അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ മക്കൾക്ക് മദ്രസ തുറന്നല്ലോ. അപ്പോൾ ഈ മദ്രസ തുറന്ന സമയത്ത് നമുക്ക് മക്കളെ രാവിലെ എഴുന്നേറ്റിട്ട് മദ്രസയിൽ പറഞ്ഞേക്കുമ്പോൾ പ്രത്യേകിച്ച് ഉമ്മമാർക്കാണ് അതിൻ്റെ ടെൻഷൻ ഉണ്ടാവുക. മക്കൾ വീട്ടിൽ നിന്ന് പോയി തിരിച്ച് വരുമ്പോഴേ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമായിരിക്കും. അവർ സേഫാണോ എന്നറിയാനും അതുപോലെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ഏറെ ബുദ്ധിമുട്ട് നൽകുന്ന ഒരു വിഷയമാണ്. ഓരോ മക്കളുള്ളവർക്കറിയാം അതിൻ്റെ വേദന. മക്കളെ മദ്രസയിലോട്ടേക്ക് അയക്കുമ്പോൾ എത്രത്തോളം നമ്മൾ വീട്ടിൽ നിന്ന് ടെൻഷൻ അടിക്കും. അവർ വന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാലാണ് നമുക്കതിനുള്ള സമാധാനം കിട്ടുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാം. എല്ലാ ഉമ്മമാരും ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് മക്കളെ പറഞ്ഞേക്കുക. ചെറിയ മക്കളാണെങ്കിൽ ഉമ്മമാർ ചൊല്ലുക, വലിയ മക്കളാണെങ്കിൽ നിങ്ങൾ മക്കളോട് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുക. അതുപോലെ വീട്ടിൽ മക്കളുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയറും ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. മക്കൾ മദ്രസയിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ, നമുക്ക് മക്കൾ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമ്പോൾ നമുക്ക് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് മക്കളെ പറഞ്ഞേക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഏത് ദിക്ർ ചൊല്ലുമ്പോഴും അള്ളാഹുവിനോട് ആദ്യം ദുആ ചെയ്യുക. നമുക്ക് ഒരു വിശ്വാസം വേണം, നമ്മളിത് ചൊല്ലിയാൽ എൻ്റെ മക്കൾ സേഫായിരിക്കും, എൻ്റെ മക്കളെ പടച്ച റബ്ബ് കാക്കും എന്നൊരു വിശ്വാസം വേണം. അതുപോലെ തന്നെ നമ്മൾ മക്കളെ രാവിലെ സ്കൂളിലേക്കും മദ്രസയിലേക്കും അയക്കുമ്പോൾ നമ്മൾ എല്ലാം പടച്ച റബ്ബിൽ ഏൽപ്പിക്കുക. തവക്കൽത്തു അലല്ലാ പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യവും പടച്ച റബ്ബിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ മക്കളെ പറഞ്ഞേക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ഉമ്മമാരും നമ്മൾ തിരക്കിനിടയിൽ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഷടാടാ ഫുഡൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് വേഗം കൊടുത്ത് വേഗം അങ്ങ് പറഞ്ഞേക്കും. അതിൻ്റെ ഇടയിൽ ദിക്ർ ചൊല്ലലോ അള്ളാഹുവിനെ ഓർമ്മിക്കലോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കലായിരിക്കും അധികം വീട്ടിലും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കൾക്ക് എന്ത് കാര്യം ചെയ്തു കൊടുക്കുമ്പോഴും വിസ്മയൊക്കെ കൂട്ടി നമ്മൾ മക്കളെ വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ തവക്കൽത്തു അലല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുൽ ഭാരമേൽപ്പിച്ചു കൊണ്ട് പറഞ്ഞേക്കുക. നിങ്ങൾ മക്കൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ മക്കളുടെ 2 ഷോൾഡറിൻ്റെ ചുമരിൽ, നിങ്ങളുടെ ഭാഷയിൽ പറയുക എന്താണെന്നറിയില്ല, നമ്മൾ ചോല് അങ്ങനെയൊക്കെ പറയും, നമ്മളെ ഈ ഒരു പിരടീൻ്റെ ആ ഒരു ഭാഗമില്ലേ, കഴുത്തിൻ്റെ ബേക്കിലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇത് കൈ വെക്കുക. 2 കൈയും വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ദിക്ർ ചൊല്ലുക. വെറും 12 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. യാ ഹഫീലു യാ അല്ലാ, യാ റക്കീബു യാ അല്ലാ, യാ ഹഫീലു യാ റക്കീബു യാ അല്ലാ എന്നിങ്ങനെ ഒരുമിച്ച് ചൊല്ലിയാലും കുഴപ്പമില്ല. യാ ഹഫീലു യാ റക്കീബു യാ അല്ലാ എന്ന് നിങ്ങൾ 12 പ്രാവശ്യം മക്കളുടെ ചുവരിൽ കൈവച്ചിട്ട് ചൊല്ലുക. എന്നിട്ട് നമ്മൾ അവരെ എല്ലായ്പ്പോഴും പറഞ്ഞേക്കും സ്കൂളിലേക്ക് പറഞ്ഞേക്കുക. തീർച്ചയായിട്ടും പടച്ച റബ്ബ് നമ്മുടെ മക്കളെ സംരക്ഷിക്കും, കാത്തു സംരക്ഷിക്കും. ചെറിയ മക്കളൊക്കെയാണ് വീട്ടിൽ നിന്ന് പോകുന്നതെങ്കിൽ അവർക്ക് ചൊല്ലാൻ അറിയില്ലായിരിക്കും, പഠിച്ചു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ ചൊല്ലുന്നതിന് പകരമായിട്ട് നമ്മൾ ചൊല്ലുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലുക ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ ചൊല്ലുക. അതുപോലെ മുതിർന്ന കുട്ടികളാണ് പോകുന്നതെങ്കിൽ അവർക്ക് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. നമ്മളാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചൊല്ലുക. മക്കൾ പോകുന്നതാണെങ്കിലും നമ്മൾ ചൊല്ലുക. ആര് പോകുമ്പോഴും നമുക്ക് ചൊല്ലുന്നതിന് കുഴപ്പമില്ലല്ലോ. മുത്ത് ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്ന ഒരു ദിക്റാണ്. നമ്മൾ ഈ ദിക്റൊക്കെ ചൊല്ലി അള്ളാഹുവിനോടൊക്കെ കാവലിനൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നമ്മൾ വിസ്മയൊക്കെ കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ സലാമൊക്കെ പറഞ്ഞ് വീട്ടുകാരോടൊക്കെ സലാമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ആ ഒരു യാത്രയിൽ നമുക്കൊരു തടസ്സങ്ങളും വരില്ല. നമുക്ക് അള്ളാഹു കാക്കും, നമ്മളെ അള്ളാഹു സംരക്ഷിക്കും. ഇനി മുതൽ മക്കളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുൽ ഭാരം ഏൽപ്പിച്ചിട്ട് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ദിവസവും രാവിലെ 11 ആയത്ത് കുർസി പാരായണം ചെയ്യുക. ആയത്ത് കുർസി പാരായണം ചെയ്തിട്ട് മക്കളുടെ നെറുകയിൽ ഇഷ്ഫി ഓതി മന്ത്രിച്ചു കൊടുത്താലും ഫലമാണ്. അവർക്ക് വേറെ ഒരാപത്തും സംഭവിക്കുകയില്ല. ആയത്ത് കുർസി അവരെ സംരക്ഷിക്കും. അവർക്ക് കണ്ണേറൊന്നും ബാധിക്കില്ല, അവരെ ആപത്തിലൊന്നും ചെന്നപ്പെടുത്തില്ല. അള്ളാഹു കാക്കും. ആയത്ത് കുർസിയുടെ
മഹത്വങ്ങൾ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ആയത്ത് കുർസിയും പാരായണം ചെയ്തിട്ട് മക്കളുടെ നെറുകയിൽ മന്ത്രിച്ചു കൊടുക്കുക. അതുപോലെ മക്കൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് കൂടെ നിങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുക. അൽഹാഖ് മുത്തക്കാസുർ സൂറത്ത്. ഈ സൂറത്ത് നിങ്ങൾ മക്കളെ കാണുമ്പോഴൊക്കെ ചൊല്ലിയിട്ട് ഓതിയിട്ട് മക്കളുടെ നെറുകയിൽ മന്ത്രിച്ച് കൊടുത്താൽ മക്കൾ വഴി തെറ്റിപ്പോകില്ല. മക്കൾ നേരായ വഴിയിൽ ഹാലിമായ രീതിയിൽ തന്നെ വളരും. നമ്മൾ മക്കളുടെ ഓരോ വളർച്ച കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുമല്ലോ. മക്കൾ നേരായ വഴിയിൽ വളരാനും അതുപോലെ അവർ നല്ല സ്വഭാവത്തിലും നല്ല സംസ്കാരത്തിലും വളരാനും നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുക. അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചു കൊണ്ട് വളർത്തുക. ഈ ദിക്റുകളൊക്കെ ചൊല്ലുക. അതുപോലെ യാ വദൂദ് യാ അല്ലാ എന്നുള്ള ദിക്റും നിങ്ങൾ ചൊല്ലിയാൽ നല്ലതാണ്. സ്നേഹം വർദ്ധിക്കും. മക്കളുടെ ഭക്ഷണത്തിലൊക്കെ നിങ്ങൾ യാ വദൂദ് യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് മന്ത്രിച്ചിട്ട് കൊടുക്കുക. നിങ്ങളുള്ള സ്നേഹം അവർക്ക് ഇരട്ടിയാവും. ഇൻഷാ അല്ലാ ഈ വീഡിയോ എല്ലാ വീട്ടിലുള്ള രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടും. 100% ഇത് എഫക്റ്റീവായിട്ടുള്ള ഇസ്ലാമിക ടിപ്സാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായ ടിപ്സാണ്. ഒരുപാട് മഹാന്മാരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഇസ്ലാമിക ടിപ്സാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ തട്ടിക്കളയരുത്. എല്ലാ വീട്ടിലുള്ള ഉമ്മമാരും മക്കൾക്ക് വേണ്ടി ഈ ദിക്ർ ചെല്ലാൻ ചെറിയൊരു സമയമല്ലേ വേണ്ടു, അപ്പോൾ ചൊല്ലിയിട്ട് മന്ത്രിച്ച് കൊടുക്കുക. ഇൻഷാ അല്ലാ ഈ വീഡിയോ മക്കളുള്ള ഉമ്മമാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.